കോഴിയിലും കോഴിക്കുഞ്ഞുങ്ങളിലും അല്ലാഹു തആല ബറക്കത്ത് കൊടുത്തത് സുബഹിന്റെ മുമ്പ് എണീക്കുന്ന ജീവികളാണ്. സുബഹിന്റെ മുമ്പ് എണീക്കുന്ന ജീവികളാണ്. അതുകൊണ്ട് കോഴി അങ്ങനെ സുബഹിന്റെ മുമ്പ് എണീക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിലും ആണല്ലോ ഇപ്പം എന്ത് ചെയ്യാൻ നമ്മളും നീച്ചൊക്കെ ഒരു ഇവിടെ പിന്നെ ഒരു കോഴി ലേലം വിളിക്കാനുമില്ല. ഉണ്ടോ? ഇല്ല, ഒറ്റ കോഴിയില്ല. നിങ്ങൾ ഭയങ്കര മാഷാഅല്ലാ, നിങ്ങൾ നല്ല മനുഷ്യന്മാരാ. ആട്ടിലോ? ആടും ഇങ്ങനെ തന്നെയാണ്. ആട്ടിലും ആട്ടിൻ കുഞ്ഞുങ്ങളിൽ അല്ലാഹു തആല ബറക്കത്ത് കൊടുത്തു. സുബഹിന്റെ മുമ്പ് എണീക്കുന്ന ജീവികളാണ് ആട്. ഒരാട് ഉണ്ടായാൽ നമുക്ക് ഒരു പെരുന്നാൾ ഡ്രസ്സ് വാങ്ങാൻ ഒരു പ്രയാസമില്ല. 2 ആടും കുട്ടിനെ വിട്ടാൽ 2 കൊച്ചനാടിനെ വിറ്റാൽ മതി ഡ്രസ്സ് വാങ്ങാൻ. ഇന്ന് എന്ത് കൊച്ചനാണ് നമ്മൾ തന്നെ വെക്കേണ്ടി അല്ലേ? അപ്പൊ അങ്ങനെ നമ്മുടെ അവസ്ഥ ഇതൊക്കെ മാറിപ്പോയി. എന്നാലോ കുറുക്കന്മാരിൽ അല്ലാഹു തആല ബറക്കത്ത് കൊടുത്തിട്ടില്ല. എത്ര കാശ് കിട്ടിയാലും അത് ബാക്കി വരുന്നില്ല. 10,000ങ്ങളും 50,000ങ്ങളും ഉണ്ടാക്കിയാലും വീടുണ്ടാക്കാൻ കഴിയുന്നില്ല. ഇനി ഉണ്ടാക്കിയ വീടിൽ എത്ര കിട്ടിയാലും തികയുന്നില്ല. എന്തേ കാരണം? കുറുക്കന്മാർ അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കാത്തത്. ഓരോ പ്രസവത്തിലും 4ഉം 5ഉം മക്കളുമൊക്കെ പ്രസവിക്കുന്നുണ്ട് കുറുക്കന്മാർ.